أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്റത്ത് യസീദ് ബിൻ സാബിത്ത് ഒരു ബദരി സഹാബിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധം അൻസാർ ഗോത്രമായ ഖസ്റജിന്റെ ശാഖ ബനു മാലിക് ബിൻ നജ്ജാറുമായിട്ടായിരുന്നു. ഹദ്റത്ത് യസീദിന്റെ പിതാവിന്റെ പേര് സാബിത് ബിൻ സഹാഖ് എന്നും മാതാവിന്റെ പേര് നവാസ് ബിൻ തി മാലിക് എന്നുമായിരുന്നു. ഹദ്റത്ത് യസീദ് സെയ്ദ് ബിൻ സാബിത്തിന്റെ മൂത്ത സഹോദരനായിരുന്നു. ഹദ്റത്ത് യസീദ് ബിൻ സാബിത്ത് ദുബയ്യ ബിൻത് സാബിറിനെ വിവാഹം കഴിക്കുകയുണ്ടായി. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണം വരുന്നത് ഹദ്റത്ത് യസീദ് ബിൻ സാബിത്ത് ബദർ ഉഹദ് രണ്ട് യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഹദ്റത്ത് യസീദ് ബിൻ സാബിത്തിന്റെ ഷഹാദത്ത് 12 ഹിജ്രി ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ യമാമ യുദ്ധ ദിവസം നടന്നു. മറ്റൊരു റിവായത്ത് അനുസരിച്ച് യമാമ യുദ്ധ ദിവസം അദ്ദേഹത്തിന് ഒരു അമ്പേൽക്കുകയും തിരിച്ച് യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ വഫാത്ത് ഉണ്ടാവുകയും ചെയ്തു. ഹദ്റത്ത് യസീദ് ബിൻ സാബിത്ത് വിവരിക്കുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഒരു ജനാസ അവിടെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളും എഴുന്നേറ്റ് നിന്നു. ആ ജനാസ കടന്നു പോകുന്നത് വരെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയുണ്ടായി. ഇതേ സംഭവം മറ്റൊരു റിവായത്തിൽ വിശദീകരണത്തോടു കൂടി വരുന്നത് ഇപ്രകാരമാണ്. ഹദ്റത്ത് യസീദ് ബിൻ സാബിത്ത് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും സഹാബാക്കൾക്കുമൊപ്പം ഇരിക്കുകയായിരുന്നു. ഒരു ജനാസ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് കണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നു. സഹാബാക്കളും എഴുന്നേറ്റു. ജനാസ കടന്നു പോകുവരെ അവർ എഴുന്നേറ്റ് നിൽക്കുകയുണ്ടായി. ഹദ്റത്ത് യസീദ് പറയുന്നു, അല്ലാഹുവാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സ്ഥലമില്ലാത്തതുകൊണ്ടോ എഴുന്നേറ്റതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു യഹൂദി സ്ത്രീയുടേതോ പുരുഷന്റേതോ ജനാസയായിരുന്നു എന്നാണ്. ഞങ്ങൾ അങ്ങയോട് എഴുന്നേറ്റുന്നതിന്റെ കാരണവും ചോദിച്ചില്ല. യസീദ് ബിൻ സാബിത്തിന്റെ മറ്റൊരു റിവായത്തുണ്ട്. അവർ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പുറപ്പെട്ടു. ഈ റിവായത്ത് സുനൻ നിസായിയുടേതാണ്. മുൻപത്തേത് ഒരു ചരിത്ര ഗ്രന്ഥത്തിലെ റിവായത്താണ്. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പുറപ്പെട്ടു. അവിടുന്ന് ഒരു പുതിയ ഖബർ കണ്ടു. ഇത് മറ്റൊരു സംഭവമാണ് വിവരിക്കുന്നത്. പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പുറപ്പെട്ടു. അവിടുന്ന് പുതിയൊരു ഖബർ കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്താണ്? ആളുകൾ പറഞ്ഞു, ഇത് ഇന്ന ഗോത്രത്തിലെ അടിമ സ്ത്രീയുടെ ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. സഹാബാക്കൾ പറഞ്ഞു, ആ സ്ത്രീ ഉച്ച സമയത്താണ് വഫാത്തായത്. ആ സമയം അങ്ങ് അങ്ങ് വിശ്രമിക്കുന്ന ആ സമയത്ത് അങ്ങയെ ഉണർത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുന്നേറ്റ് നിന്നു. പിന്നിലുള്ളവരെ സഫായി നിർത്തുകയുണ്ടായി. തുടർന്ന് 4 തക്ബീറാത്തുകൾ ചൊല്ലി. അതായത് അവിടെ സഫിയാക്കി ആ ഖബറിനടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിച്ചു. തുടർന്ന് പറഞ്ഞു, ഏതുവരെ ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടോ അതുവരെ നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ എന്നെ അറിയിക്കുക. കാരണം എന്റെ ദുആ അവർക്ക് വേണ്ടി കാരുണ്യമാണ്. അതുപോലെ ഈ റിവായത്ത് മുസ്ലിമിലും സുനൻ അബൂ ദാവൂദിലും ഇബ്നു മാജയിലുമുണ്ട്. ഇബ്നു മാജയിൽ ഈ രീതിയിൽ വിശദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹദ്റത്ത് ബിൻ സാബിത്ത് വിവരിക്കുന്നു, അദ്ദേഹം സെയ്ദിനേക്കാൾ മൂത്തതായിരുന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പുറപ്പെട്ടു. ജന്നത്തുൽ ബഖീലെത്തിയപ്പോൾ അവിടെ ഒരു പുതിയ ഖബർ ഉണ്ടായിരുന്നു. അവിടുന്ന് അതിനെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഇത് ഇന്ന സ്ത്രീയുടെ ഖബറാണ്. നിവേദകൻ പറയുന്നു, അവിടുന്ന് ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അവർ പറഞ്ഞു, അങ്ങ് ഉച്ചക്ക് വിശ്രമിക്കുകയായിരുന്നു, നോമ്പും അനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങേക്ക് വിഷമമുണ്ടാക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഞാൻ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിക്കുവോളം നിങ്ങളിൽ ആരും മരണപ്പെടുകയാണെങ്കിൽ എന്നെ അറിയിക്കുക. കാരണം എന്റെ പ്രാർത്ഥന അവർക്ക് കാരുണ്യമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ അങ്ങയുടെ പിന്നിൽ സഫായി നിന്നു. അവിടുന്ന് 4 തക്ബീറുകൾ ചൊല്ലി. സഹീഹ് ബുഖാരിയിൽ ഒരു റിവായത്തുണ്ട്. അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്നു, കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയുടെ ജനാസ നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത്, അവർ മസ്ജിദ് നബവിയിൽ അടിച്ചു വാരാറുണ്ടായിരുന്നു എന്നാണ്. അവർ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറച്ചു ദിവസം കാണാതായപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ചോദിച്ചു. ആളുകൾ പറഞ്ഞു, ആ സ്ത്രീ മരണപ്പെട്ടുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്നെ എന്തുകൊണ്ട് അറിയിച്ചിട്ടില്ല? പറഞ്ഞു, ആ സ്ത്രീയുടെ ഖബർ എവിടെയാണ് പറയുക. തുടർന്ന് ആ സ്ത്രീയുടെ ഖബർ പോവുകയും ജനാസ നമസ്കരിക്കുകയും ചെയ്തു. സുനൻ ഇബ്നു മാജയുടെ ശറ ഇൻജാസുൽ ഹാജയുടെ രചയിതാവ് എഴുതുന്നു, ഇത് കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ പേര് ഇമാം ബഹക്കി ഉമ്മ മഹജൻ എന്നും ഇബ്നു മുന്ദ ഇവരുടെ പേര് ഹർക്ക എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ സഹാബിയാത്തിൽ ഉൾപ്പെടുന്നു. ഹർക്ക എന്നുള്ളത് ആ സ്ത്രീയുടെ പേരും ഉമ്മ മഹജൻ എന്നുള്ളത് ആ സ്ത്രീയുടെ സ്ഥാനപ്പേരാകാനും സാധ്യതയുണ്ട്. അതായത് 2 പേരും ശരിയാണ്. അടുത്ത സഹാബിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് മുഅവ്വിസ് ബിൻ അമർ ബിൻ ജമൂഹ് എന്നാണ്. ഹസ്രത്ത് മുഅവ്വിസിന്റെ ബന്ധം അൻസാർ ഗോത്രമായ ഖസ്റജിന്റെ ശാഖ ബനു ജശമുമായിട്ടാണ്. ഹസ്രത്ത് മുഅവ്വിസിന്റെ പിതാവിന്റെ പേര് അമർ ബിൻ ജമൂഹ് എന്നും മാതാവിന്റെ പേര് ഹിന്ദ് ബിൻത് അമർ എന്നുമായിരുന്നു. ഹസ്രത്ത് മുഅവ്വിസ് ബിൻ അമർ ബിൻ ജും തന്റെ 2 സഹോദരങ്ങൾ ഹസ്രത്ത് മുആസിന്റെയും ഹസ്രത്ത് ഖല്ലാദിന്റെയും കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അതുകൂടാതെ ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് മുഅവ്വിസ് ബിൻ അമറിന്റെ പിതാവ് അമർ ബിൻ ജമൂഹിനെ കാലിൽ പ്രയാസം കാരണം അവരുടെ മക്കൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് മുൻപും ഞാൻ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറയാം. ഉഹദിന്റെ സമയം വന്നപ്പോൾ ഹസ്രത്ത് അമർ ബിൻ ജമൂഹ് തന്റെ മക്കളോട് പറഞ്ഞു, ബദർ യുദ്ധത്തിനായി നിങ്ങൾ എന്നെ പോകാൻ അനുവദിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ എന്തായാലും പോകുന്നതാണ്. ഉഹദിൽ പോകുന്നതിൽ നിന്നും നിങ്ങൾക്ക് എന്നെ തടയാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ മക്കൾ പലതവണ പറഞ്ഞു, അങ്ങയുടെ കാല് ശരിയല്ല, അങ്ങയ്ക്ക് യുദ്ധം നിർബന്ധമല്ല ഈ അവസ്ഥയിൽ. എന്നാൽ ഹസ്രത്ത് അമർ ബിൻ ജമൂഹ് അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മക്കൾ കാലിന്റെ പ്രശ്നം കാരണം യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും എന്നെ തടയുന്നു. എന്നാൽ
ഞാൻ അങ്ങയ്ക്കൊപ്പം ജിഹാദിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാരണം കൊണ്ട് നിങ്ങൾക്ക് ജിഹാദ് നിർബന്ധമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആഗ്രഹവും ആവേശവും കണ്ടുകൊണ്ട് അനുവാദം നൽകുകയുണ്ടായി. ഹദ്റത്ത് അമർ ബിൻ ജമൂഹ് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു. യാ അല്ലാഹ്, എനിക്ക് ഷഹാദത്ത് നൽകിയാലും എന്നെ പരാജിതനായ അവസ്ഥയിൽ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചയക്കരുതേ. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഈ ആഗ്രഹവും അള്ളാഹു പൂർത്തിയാക്കി. ഉഹദ് മൈതാനത്തിൽ ഷഹാദത്ത് വരിച്ചു. ഇദ്ദേഹത്തിന്റെ ഷഹാദത്തിന് ശേഷം ഭാര്യ ഹസ്രത്ത് ഹിന്ദ് ഇദ്ദേഹം സഹോദരൻ ഹസ്രത്ത് അബ്ദുള്ള ബിൻ അമറിനെയും ഒരു യാത്രാവാഹനത്തിൽ വെക്കുകയും അവരെ രണ്ടുപേരെയും ഒരേ ഖബറിൽ മറയടക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ആരുടെ കയ്യിലാണോ എന്റെ ജീവനുള്ളത്, ആ ആശ്ചര്യത്തെ കൊണ്ട് സത്യം, ഞാൻ ഹസ്രത്ത് അമറിനെ സ്വർഗത്തിൽ കാലിന് ശേഷി കുറഞ്ഞ അവസ്ഥയിൽ നടക്കുന്നതായി കാണുന്നു. ഇനി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് ബിഷർ ബിൻ ബറ ബിൻ മഅറൂർ ആണ്. ഹസ്രത്ത് ബിഷറിന്റെ ബന്ധം അൻസാർ ഗോത്രം ഹസ്രജിന്റെ ശാഖ ബനു ഉബൈദ് ബിൻ അദിയുമായിട്ടാണ്. മറ്റൊരു റിവായത്ത് അനുസരിച്ച് ബനു സൽമയുമായിട്ടാണെന്ന് പറയുന്നു. വ്യത്യസ്ത റിവായത്തുകളാണ് ആളുകൾ പറയുന്നത്. ഹസ്രത്ത് ബിഷറിന്റെ പിതാവിന്റെ പേര് ഹസ്രത്ത് ബറ ബിൻ മഅറൂർ എന്നും മാതാവിന്റെ പേര് ഖുലൈദ ബിൻതി ഖൈസ് എന്നുമായിരുന്നു. ഹസ്രത്ത് ബിഷറിന്റെ പിതാവ് ഹസ്രത്ത് ബറ ബിൻ മഅറൂർ ബനു സലമ ഗോത്രത്തിലെ നിയമിക്കപ്പെട്ട 12 നേതാക്കളിൽ ഒരാളായിരുന്നു. ഹസ്രത്ത് ബറ ഹിജ്റത്തിന് മുൻപ് യാത്ര ചെയ്യുമ്പോൾ വഫാത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഖബറിൽ പോകുകയും 4 തക്ബീറാത്തുകൾ ചൊല്ലുകയും ചെയ്തു. ഹസ്രത്ത് ബിഷർ തന്റെ പിതാവിനൊപ്പം 2ാം ബൈഅത്തെ അഖബയിൽ പങ്കെടുത്തു. ഹസ്രത്ത് ബിഷർ ബിൻ ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അഗ്രഗണ്യരായ അമ്പെയ്ത്തുകാരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബിഷർ, ഹസ്രത്ത് വാഖിബ് ബിൻ അബ്ദുള്ള അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതായി പരസ്പരം സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഹസ്രത്ത് ബിഷർ ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുദൈബിയ, ഖൈബർ തുടങ്ങിയവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പങ്കെടുക്കുകയുണ്ടായി. അബ്ദുറഹ്മാൻ ബിൻ അബ്ദുള്ള റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലയോ ബനു നസല, ചില റിവായത്തിൽ ബനു സലമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ നേതാവ്. അവർ പറഞ്ഞു, ജദ് ബിൻ ഖൈസ്. അവിടുന്ന് പറഞ്ഞു, അവനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നേതാവാക്കിയത്? അവർ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളെക്കാൾ പണക്കാരനാണ്, അദ്ദേഹം ധനികനാണ്, അതുകൊണ്ടാണ് നേതാവാക്കിയത്. അപ്പം തന്നെ അവർ പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തിലുള്ള പിശുക്ക് ഞങ്ങൾ ന്യൂനതയായി കാണുന്നു. അദ്ദേഹം വളരെ പിശുക്കനാണ്, ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അവിടുന്ന് പറഞ്ഞു, പിശുക്കിനേക്കാൾ വലിയ രോഗം ഏതാണ്? പിശുന്നുള്ളത് വലിയ രോഗമാണ്. അവൻ നിങ്ങളുടെ നേതാവല്ല. ഇത് കാരണം അവന് നിങ്ങളുടെ നേതാവാകാൻ സാധിക്കുകയില്ല. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പിന്നെ ഞങ്ങളുടെ നേതാവ് ആരാണ്? അങ്ങ് തന്നെ പറഞ്ഞാലും. അവിടുന്ന് പറഞ്ഞു, ബിഷർ ബിൻ ബറ ബിൻ മഅറൂർ ആണ് നിങ്ങളുടെ നേതാവ്. ഈ സഹാബയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു റിവായത്തിൽ വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ നേതാവ് വെളുത്ത ചുരുണ്ട മുടിയുള്ള ബിഷർ ബിൻ ബറ ബിൻ മഅറൂർ ആണ്. ഹസ്രത്ത് ബിഷർ ബിൻ ബറ ഹസ്രത്ത് ഖുവൈസ ബിൻതി സൈഫിയെ വിവാഹം കഴിക്കുകയായി. അവരിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ പേര് ആലിയ എന്നായിരുന്നു.
ഹസ്രത്ത് ഖുവൈസ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ബൈഅത്ത് ചെയ്തു. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്നു, യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗമനത്തിന് മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന വിജയത്തിനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പരസ്പരം യുദ്ധം ചെയ്യുകയും ആഗതനാകേണ്ട ഈ പ്രവാചകൻ മുഖേന വിജയം ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അറബികളിൽ നിന്നും നിയോഗിച്ചപ്പോൾ ഈ കൂട്ടർ തന്നെ അങ്ങയെ എതിർക്കാൻ തുടങ്ങി. അവർ പറയാറുണ്ടായിരുന്ന കാര്യങ്ങളെയും അവർ എതിർത്തു. ഇത് തന്നെയാണ് എതിർക്കുന്നവരുടെ എപ്പോഴുമുള്ള രീതി. ഹസ്രത്ത് മുആദ് ബിൻ ജബൽ, ഹസ്രത്ത് ബിൻ ബറ, ഹസ്രത്ത് ദാവൂദ് ബിൻ സലമ ഒരിക്കൽ അവരോട് പറഞ്ഞു, അല്ലയോ യഹൂദികളുടെ ഗോത്രമേ, അള്ളാഹുവിനെ ഭയക്കുക, ഇസ്ലാം സ്വീകരിക്കുക. മുൻപ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ മുഹമ്മദ് നബിയുടെ ആഗമനം മുഖേന വിജയത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. മുഹമ്മദ് എന്നു പേരായ ഒരു പ്രവാചകൻ ആഗതനാകും എന്ന് നിങ്ങൾ പറയാറുണ്ടായിരുന്നു. അദ്ദേഹം മുഖേന വിജയത്തിനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ഹസ്രത്ത് ബിഷർ ബിൻ ബറ പറഞ്ഞു, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ആ പ്രവാചകൻ ആഗതനാകും എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു. ഇപ്പോൾ ആഗതനാകേണ്ട സമയം വന്നിരിക്കുന്നു. അതിന്റെ അടയാളങ്ങൾ ഞങ്ങളോട് നിങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ പ്രവാചകൻ വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? സലാം ബിൻ മിഷ്കം യഹൂദി, ആ വ്യക്തി ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. സലാം ബിൻ മഷ്കം അവരുടെ നേതാവും ഖജനാവ് സൂക്ഷിപ്പുകാരനുമായിരുന്നു. ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിഷമുള്ള മാംസം നൽകിയ സൈനബ് ബിൻ ഹാരിസിന്റെ ഭർത്താവായിരുന്നു. ആ വ്യക്തി മറുപടി, ആ പ്രവാചകൻ ഞങ്ങൾ തിരിച്ചറിയുന്ന കാര്യം ഞങ്ങളിലേക്ക് കൊണ്ടുവന്നില്ല. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്ന പ്രവാചകനല്ല ഇദ്ദേഹം. എല്ലാ അടയാളങ്ങളും പൂർത്തിയായതിനു ശേഷവും ഇവർ പറയുമായിരുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരടയാളവും ഞങ്ങൾക്കായി ഈ വ്യക്തി കൊണ്ടുവന്നിട്ടില്ല. എല്ലാ അടയാളങ്ങളും പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അപ്പോൾ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു. वलम्मा जाअहुम किताबुम मिन इंदिल्लाहि मुसद्दिकुल लिमा माअहुम वकानु मिन क़ब्लु यस्तफ्तिहूना अलल्लज़ीना कफ़रू फलम्मा जाअहुम मा अरफू कफ़रू बिही फलानतुल्लाहि अलल काफ़िरीन वलम्मा जाअहुम किताबुम मिन इंदिल्लाहि मुसद्दिकुल लिमा माअहुम वकानु मिन क़ब्लु यस्तफ्तिहूना अलल्लज़ीना कफ़रू फलम्मा जाअहुम मा अरफू कफ़रू बिही फलानतुल्लाहि अलल काफ़िरीन. അതായത് അവരുടെ അടുക്കലുള്ള ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നും അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിനു മുമ്പ് അവിശ്വാസികൾക്കെതിരെ വിജയസിദ്ധിക്കായി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ അറിഞ്ഞിരുന്ന ഒരു സത്യം ഖുർആൻ അവർക്ക് കിട്ടിയപ്പോൾ അവരതിനെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. അതിനാൽ ആ നിഷേധികൾക്ക് അള്ളാഹുവിന്റെ ശാപം. ഹദ്റത്ത് സുബൈർ ബിൻ അവാം വിവരിക്കുന്നു, ഉഹദ് യുദ്ധത്തിൽ ഗതി മാറിയപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മയക്കമുണ്ടായി. ഞങ്ങൾ മയക്കിയ അവസ്ഥയിലായിരുന്നു. മയക്കത്തിന്റെ അവസ്ഥയിൽ ഞങ്ങളുടെ തല കീഴ്പോട്ട് പോകുമായിരുന്നു. പറയുന്നു, അള്ളാഹുവാണ് സത്യം. മുഅത്തിബ് ബിൻ കുഷേറിന്റെ ശബ്ദം സ്വപ്നത്തിൽ കേൾക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഇവിടെ വധിക്കപ്പെടുമായിരുന്നില്ല.
ഹസ്രത്ത് മുഅബിൻ അൻസാരി കുഷൈർ അൻസാരി സഹാബിയായിരുന്നു. ബൈഅത്തെ അഖബയിലും ബദർ ഉഹദ് യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ ഓർത്തുവെച്ചു. ഈ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഈ ആയത്ത് ഇറക്കുകയുണ്ടായി. സുമ്മ അൻസല അലൈക്കും മിൻ ബാദിൽ ഗമ്മി അമനത്തുൻ നുആസൻ യഖ്ഷ തായിഫത്തുൻ മിൻകും വതായിഫത്തുൻ ഖദ് അഹമ്മത്തും അൻഫുസുഹും യസുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് സന്നൽ ജാഹിലിയ്യ യഖൂലൂന ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈഇൻ ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. പിന്നീട് ദുഃഖത്തിന് ശേഷം അവൻ നിങ്ങൾക്ക് മനസ്സമാധാനം ഇറക്കിത്തന്നു. അതായത് നിങ്ങളിൽ നിന്നും ഒരു സംഘത്തെ ആവരണം ചെയ്യുന്ന ഒരു നിദ്രാമയക്കം. മറ്റൊരു സംഘത്തെ അവരുടെ ആത്മാക്കൾ തങ്ങളെ തന്നെ ഉത്കണ്ഠാകുലരാക്കി. അള്ളാഹുവിനെ സംബന്ധിച്ച് ജാഹിലിയത്തിന്റെ ധാരണകൾ പോലെ അവർ തെറ്റായ ധാരണകൾ വെച്ചുപുലർത്തുകയായിരുന്നു. ഈ കാര്യത്തിൽ നമുക്കെങ്കിലും പറയാൻ അവസരമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. പറയുക, തീർച്ചയായും ഈ കാര്യം മുഴുവൻ അള്ളാഹിനുള്ളതാകുന്നു. ഹസ്രത്ത് കഅബ് ബിൻ അമർ അൻസാരി വിവരിക്കുന്നു, ഉഹദ് ദിവസം ഒരവസരത്തിൽ ഞാൻ എന്റെ സമുദായത്തിലെ പല ആളുകൾക്കൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയം ഞങ്ങളിൽ മയക്കത്തിന്റെ അവസ്ഥയായിരുന്നു. അത് സമാധാനത്തിന് വേണ്ടിയായിരുന്നു. യുദ്ധാവസ്ഥയിലിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് ഇത് സമാധാനം നൽകുന്നുണ്ടായിരുന്നു. കൂർക്കം വലിയുടെ ശബ്ദം വരാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇത്രമാത്രം ഗാഢമായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ കണ്ടു. ബിഷർ ബിൻ ബറാ ബിൻ മഅറൂർ, ഈ സഹാബിയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാൾ താഴെ വീണു. അദ്ദേഹത്തിന് വാൾ താഴെ വീണത് മനസ്സിലായില്ല. ആ സമയം മുശ്രിക്കീങ്ങൾ ഞങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു. അവരിൽ സഹാബാക്കളിൽ തീർച്ചയായും മതബോധമുണ്ടായിരുന്നു. എന്നാൽ ഈ അവസ്ഥ കാരണം വാൾ വീണുപോവുകയായിരുന്നു. ഏതായിരുന്നാലും നുആസ് എന്ന പദത്തിന്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദർസിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അമനത്തൻ നുആസൻ. വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതിന്റെ അർത്ഥത്തിന്റെ ആശയം ഇപ്രകാരമാണ്: ദുഃഖത്തിന് ശേഷം നിങ്ങളിൽ മയക്കം എന്ന് പറയാൻ സാധിക്കുന്ന സമാധാനം അവൻ ഇറക്കി. ഇത് സമാധാനം നൽകുന്നതായിരുന്നു. അല്ലെങ്കിൽ മയക്കത്തെ പോലെ സമാധാനം അവൻ നിങ്ങൾക്ക് നൽകി. അമനത്തൻ നുആസൻ എന്നതിന്റെ അർത്ഥമാണിത്. താൽക്കാലികമായി ഉണ്ടാകുന്ന മയക്കമാണെന്നും അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. എന്നാൽ ഇവിടെ താൽക്കാലികമായി ഉണ്ടാകുന്ന മയക്കമല്ല, മറിച്ച് ബോധാവസ്ഥയുടെയും ഉറക്കത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഉറക്കത്തിന് മുൻപ് സമാധാനമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അത് ഉറക്കമായി മാറുന്നത്. അവസ്ഥയിൽ മനുഷ്യൻ നടക്കുകയാണെങ്കിൽ അവൻ വീഴുകയില്ല. വീഴുന്നതിന് മുൻപ് ഒരു ഞെട്ടൽ വരികയും സ്വന്തം അവസ്ഥയെക്കുറിച്ച് അവൻ മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ ഉറക്കം വരികയാണെങ്കിൽ തങ്ങളുടെ അവയവങ്ങളിൽ ഒരു നിയന്ത്രണവും സ്വാധീനവും ഉണ്ടാകുകയില്ല. ഈ അവസ്ഥയിൽ ബിഷർ ബിൻ ബറാഖ് ചിലപ്പോൾ ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കും. എന്നിരുന്നാലും ഇത് സമാധാനത്തിന്റെ അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് കയ്യിൽ നിന്നും വാൾ വീണുപോയത്. ഈ അവസ്ഥയിൽ ഒരു ഞെട്ടലുണ്ടാകുകയും പെട്ടെന്ന് തന്നെ ഉണരുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, നാം നിങ്ങൾക്ക് ഉറക്കവുമായി സാദൃശ്യമുള്ള ഒരു സമാധാനാവസ്ഥ നൽകി. എന്നാൽ അത് ഉറക്കത്തെ പോലെ ഗാഢമായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങൾ ഒരു സ്വാധീനവും നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ ആയിരുന്നില്ല ആ അവസ്ഥ. അത് നിങ്ങൾക്ക് സമാധാനം നൽകുന്നതായിരുന്നു.
ഹദ്റത്ത് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇത് ബുഖാരിയുടെ ഹദീസിലാണുള്ളത്. ഉഹദ് ദിവസം യുദ്ധാവസരത്തിൽ ഞങ്ങൾക്ക് മയക്കമുണ്ടായി. ഇത് മുൻപ് വിവരിച്ച അതേ മയക്കം തന്നെയാണ്. പറയുന്നു, തൽഹയുടെ വാൾ എന്റെ കയ്യിൽ നിന്നും വീണുപോകാനായിരുന്നു. പിന്നെ ഞാൻ അതിനെ മുറുകെ പിടിക്കുകയുണ്ടായി. ഈ ഹദീസിൽ പറയുന്നത് കയ്യിൽ നിന്നും വസ്തുക്കൾ വീണുപോകുന്ന അവസ്ഥയായിരുന്നില്ല, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണുപോകുന്ന അവസ്ഥയായിരുന്നില്ല. ഒരു സമാധാനമുണ്ടായി. അതോടൊപ്പം തന്നെ തങ്ങളിൽ പരിപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് വന്ന കാര്യമായിരുന്നില്ല. ഇത് അല്പസമയം അവരിൽ നിലനിന്നിരുന്നു. തിർമിദിയിൽ ബാബു തഫ്സീറിൽ ഹദ്റത്ത് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഉഹദ് യുദ്ധ ദിവസം ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ എല്ലാവരും മയക്കം കാരണത്താൽ പരിചയ്ക്ക് പിന്നിൽ കുനിയുന്നതായി കണ്ടു. ക്ഷീണം കാരണം വളരെ മോശമായ അവസ്ഥയായിരുന്നു സഹാബാക്കളുടേത്. ഈ അവസ്ഥയിലാണ് അള്ളാഹുവിൽ നിന്നും സമാധാനത്തിന്റെ ഈ അനുഗ്രഹം അവർക്ക് ലഭിച്ചത്. പറയുന്നു, ഇത് സാധാരണയായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മുജാഹിദീങ്ങളിലും പെട്ടെന്ന് തന്നെ ആകാശത്തിൽ നിന്നും ഒരു വസ്തു ഇറങ്ങി ആ അവസ്ഥ അവരെ മൂടുകയുണ്ടായി. ആ സമയം അവർക്ക് സമാധാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. സഹാബാക്കളെ റീഫ്രഷ് ചെയ്യുന്നതിനു വേണ്ടി, അവരെ ഊർജ്ജസ്വലരാക്കുന്നതിനു വേണ്ടി ഉറങ്ങാനുള്ള ഒരു സമയവും അവർക്ക് ലഭിച്ചിരുന്നില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശത്രുക്കളിൽ നിന്നും അക്രമം ഉണ്ടാകുന്ന ഭീതിയുണ്ടാകുമ്പോൾ മുഴുവൻ ആളുകളിലും ഇത്തരം മയക്കമുണ്ടാകുന്നത് ഒരു ദൃഷ്ടാന്തമാണ്, ഒരു മുഅ്ജിസത്താണ്. ഇത് യാദൃശ്ചികമായി ഉണ്ടായതല്ല. അള്ളാഹുവിൽ നിന്നും പ്രത്യേകമായ സമാധാനത്തിന്റെ അവസ്ഥ അവർക്ക് നൽകപ്പെട്ടു. ഹദ്റത്ത് ബിഷർ ഖൈബർ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം വിഷമുള്ള മാംസം കഴിച്ചു. ഒരു യഹൂദ സ്ത്രീ ഉപഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകിയതായിരുന്നു അത്. ഹദ്റത്ത് ബിഷർ അത് കഴിച്ചപ്പോൾ അവിടെ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിറം കറുത്ത ഒരു വസ്ത്രം പോലെയായി തീർന്നു. ഒരു വർഷം ഇതേ അവസ്ഥ തന്നെ നിലനിന്നു. ഒരു സഹായമില്ലാതെ ഒന്ന് തിരിയാൻ പോലും ആ സഹാബിക്ക് സാധിച്ചിരുന്നില്ല. ഇതേ അവസ്ഥയിൽ തന്നെ വഫാത്തുണ്ടാവുകയും ചെയ്തു. മറ്റൊരു റിവായത്തിൽ ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് മാറിയെന്നില്ല, അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന് വഫാത്തുണ്ടായി എന്നും പറയുന്നു. ഹദ്റത്ത് ബിഷർ ബിൻ ബറ വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മക്ക് വളരെ വിഷമമുണ്ടായി. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വന്നുകൊണ്ട്, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഷറിന്റെ മരണം ബനു സലമയെ നശിപ്പിക്കും. മരണപ്പെട്ടവർ പരസ്പരം തിരിച്ചറിയപ്പെടുമോ? ഈ പ്രവൃത്തി ചെയ്തവർ തീർച്ചയായും നശിപ്പിക്കപ്പെടുന്നതാണ്. ബിഷറിന് സലാമെത്തിക്കാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അതെ. അല്ലയോ ഉമ്മേ ബിഷർ, ആരുടെ കയ്യിലാണോ എന്റെ ജീവനുള്ളത്, ആ അസ്തിത്വത്തെ കൊണ്ട് സത്യം, പക്ഷികൾ പരസ്പരം തിരിച്ചറിയുന്നത് പോലെ സ്വർഗസ്ഥരും പരസ്പരം തിരിച്ചറിയും. ഒരു റിവായത്തിൽ ഇപ്രകാരമാണ് വരുന്നത്, ബനു സലമയിലെ ഏതെങ്കിലും വ്യക്തി മരണപ്പെടാൻ പോവുകയാണെങ്കിൽ ഹദ്റത്ത് ബിഷറിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം ഹദ്റത്ത് ബിഷറിന്റെ ഉമ്മ അവരുടെ അടുത്ത് പോയി പറയുമായിരുന്നു, നിനക്ക് സലാം. അവർ തിരിച്ചും സലാം അടക്കും. അതിനുശേഷം ബിഷറിനോട് എന്റെ സലാം പറയണം എന്നവർ പറയും. ആരും മരണപ്പെടാൻ പോവുകയാണെങ്കിൽ അവരോട് സലാം എത്തിക്കണമെന്ന് പറയുമായിരുന്നു. ആദ്യം ഞാൻ ശത്രുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇത് ശത്രുതയെ കുറിച്ചുള്ള കാര്യമല്ല.
ബിഷറിന്റെ മരണം ബനു സലമയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് ഭാഷയുടെ ഒരു ശൈലിയാണ്. മരണപ്പെട്ടവർ പരസ്പരം തിരിച്ചറിയപ്പെടുമോ? ബിഷറിന് സലാമെത്തിക്കാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്ന് പറഞ്ഞപ്പോൾ മരണപ്പെടാൻ പോകുന്നവരോട് പറയുമായിരുന്നു, സ്വർഗത്തിൽ പോകുമ്പോൾ എന്റെ സലാമെത്തിക്കുക. ഒരു റിവായത്ത് അനുസരിച്ച് ഹദ്റത്ത് ബിഷറിന്റെ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ രോഗാവസ്ഥയിൽ പ്രവാചകന്റെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിന്റെ സഹോദരനൊപ്പം ഖൈബറിൽ കഴിച്ച ആ ഭക്ഷണം കാരണം എന്റെ ഞരമ്പുകൾ മുറിഞ്ഞു പോകുന്നതായി അനുഭവപ്പെടുന്നു. ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിമൂദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഹൂദ സ്ത്രീ സഹാബാക്കളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മൃഗത്തിന്റെ ഈ ഭാഗത്തെ മാംസമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. സഹാബാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കൈഭാഗത്തെ മാംസമാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ആ സ്ത്രീ ഒരാടിനെ അറുത്തു, അതിന്റെ കബാബ് ഉണ്ടാക്കി. പിന്നീട് ആ മാംസത്തിൽ വിഷം ചേർത്തു, പ്രത്യേകിച്ച് കൈഭാഗത്ത്. പ്രവാചകന് ആ ഭാഗത്തെ മാംസമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അവരോട് പറഞ്ഞിരുന്നു. പിന്നീട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വൈകുന്നേരമുള്ള നമസ്കാരം അനുഷ്ഠിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവിടുന്ന് തന്റെ ടെന്റിനടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നതായി കണ്ടു. അവിടുന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ സ്ത്രീ പറഞ്ഞു, അല്ലയോ അബൂ ഖാസിം, ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു ഉപഹാരം കൊണ്ടുവന്നിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബിയോട് പറഞ്ഞു, ആ സ്ത്രീ തരുന്ന സാധനം വാങ്ങിവെക്കുക. അതിനുശേഷം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഭക്ഷണത്തിൽ ആ പാകം ചെയ്ത മാംസവും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിൽ നിന്നും ഒരു കഷ്ണം എടുത്തു കഴിച്ചു. സഹാബി ബഷീർ ബിൻ ബറായും ഒരു കഷ്ണം കഴിച്ചു. ചരിത്ര പുസ്തകങ്ങളിൽ ബിഷർ ബിൻ ബറായുടെ പേര് ബഷീർ ബിൻ ബറ എന്നും എഴുതിയിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിമൂദ് റളിയല്ലാഹു തആല അൻഹു ബഷീർ ബിൻ ബറ എന്ന് എഴുതിയിട്ടുള്ളത്. ഉദ്ദേശം ബിഷർ ബിൻ ബറ തന്നെയാണ്. ഈ സമയം ബാക്കി സഹാബാക്കളും ഇറച്ചി കഴിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അവിടുന്ന് പറഞ്ഞു, കഴിക്കരുത്. ഈ കൈ എന്നോട് പറഞ്ഞിരിക്കുന്നു, മാംസത്തിൽ വിഷം ചേർത്തിരിക്കുന്നുവെന്ന്. ഇതിന്റെ അർത്ഥം ഇൽഹാമുണ്ടായി എന്നുള്ളതല്ല, മറിച്ച് ഇത് അറബിലുള്ള ഒരു പ്രയോഗമാണ്. ഈ മാംസം രുചിച്ച എനിക്ക് വിഷമുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ഭാഷാശൈലിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യം വിവരിച്ചിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞത് എന്റെ കൈ പറഞ്ഞു എന്നാണ്. ഇതിന്റെ അർത്ഥം ഈ മാംസം കഴിയിലൂടെ എനിക്ക് മനസ്സിലായി ഇതിൽ വിഷം ചേർത്തിരിക്കുന്നുവെന്നും. അടുത്ത വാചകം അത് കൂടുതൽ വ്യക്തമാക്കുന്നു. ഹദ്റത്ത് മുസ്ലിമൂദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇതിന്റെ വിശദീകരണത്തിൽ ഖുർആനിലും ഹദ്റത്ത് മൂസാ നബിയുടെ സംഭവം വിവരിച്ചുകൊണ്ട് ഒരു മതിലിനെ കുറിച്ച് വരുന്നതും അത് വീഴാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ അർത്ഥം അത് നിലം പതിക്കാനുള്ള എല്ലാ കാരണങ്ങളും അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയും അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാഷാപ്രയോഗമനുസരിച്ച് പറയപ്പെട്ട ഒരു കാര്യമാണിത്. തുടർന്ന് പറയുന്നു, ബഷീർ ബിൻ ബറ പറഞ്ഞു, ഏത് ദൈവമാണോ താങ്കൾക്ക് ആദരവ് നൽകിയത് അവനെ കൊണ്ട് സത്യം, എനിക്കും ഇതിൽ വിഷമുണ്ടെന്ന് മനസ്സിലായിരുന്നു. എന്റെ ഹൃദയം ആഗ്രഹിച്ചിരുന്നത് ഇത് വലിച്ചെറിയണമെന്നായിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങേക്ക് അനിഷ്ടകരമാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് സമാധാനമുണ്ടായിരുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. കഴിച്ചപ്പോൾ ഞാനും കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എന്റെ ഹൃദയം പറഞ്ഞിരുന്നു, ഇതിൽ വിഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ മാംസം ഇറക്കരുത് എന്നായിരുന്നു എന്റെ ഹൃദയം പറഞ്ഞിരുന്നത്. ബഷീറിന്റെ ആരോഗ്യാവസ്ഥ മോശമായി. ചില റിവായത്തുകളിൽ വരുന്നത് അദ്ദേഹം ഖൈബറിൽ തന്നെ വഫാത്തായി എന്നാണ്. ചില റിവായത്തിൽ വരുന്നത് അതിനുശേഷവും കുറച്ചുകാലം രോഗിയായതിനു ശേഷം മരണപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കുറച്ചു മാംസം ഒരു നായയുടെ മുന്നിൽ ഇടാൻ വേണ്ടി കൽപ്പിച്ചു. അത് കഴിച്ച കാരണത്താൽ നായ ചത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ
ആടിന്റെ മാംസത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, താങ്കളോട് ഇത് ആരാണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോൾ ആടിന്റെ മാംസമുണ്ടായിരുന്നു. പറഞ്ഞു, ഈ കൈയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ മനസ്സിലാക്കി ഈ രഹസ്യം വെളിപ്പെട്ടിരിക്കുന്നു, വിഷം ചേർത്തിട്ടുണ്ട് എന്ന് അംഗീകരിച്ചു. അവിടുന്ന് ചോദിച്ചു, നീ ഈ നീചപ്രവൃത്തി എന്തിനാണ് ചെയ്തത്? ഏത് കാര്യമാണ് നിന്നെ പ്രലോഭിപ്പിച്ചത്? ആ സ്ത്രീ പറഞ്ഞു, എന്റെ സമൂഹവുമായി അങ്ങയുടെ യുദ്ധം നടന്നിരുന്നു. എന്റെ ബന്ധുക്കൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ ഈ ചിന്ത വന്നു, ഇവർക്ക് വിഷം നൽകണമെന്ന്. ഇവരുടേത് ബൗദ്ധികപരമായിട്ടുള്ള കച്ചവടമാണെങ്കിൽ ഞങ്ങൾക്ക് ഇവരിൽ നിന്നും രക്ഷ ലഭിക്കും. അത് യഥാർത്ഥത്തിൽ പ്രവാചകനാണെങ്കിൽ ദൈവം സ്വയം ഇവരെ രക്ഷിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ കാര്യം കേട്ട് ആ സ്ത്രീക്ക് മാപ്പ് നൽകി. ആ സ്ത്രീയുടെ ശിക്ഷ തീർച്ചയായും മരണമായിരുന്നു. അവിടുന്ന് അത് വിധിച്ചില്ല. ഈ സംഭവം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏത് രീതിയിലാണ് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നവർക്കും തന്റെ സുഹൃത്തുക്കളെ വധിക്കുന്നവർക്കും മാപ്പ് നൽകിയിരുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ശിക്ഷിച്ചിരുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത് ഭാവിയിൽ കുഴപ്പങ്ങൾക്കും ഫിത്നകൾക്കും കാരണമാകും എന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴായിരുന്നു. ഏതായിരുന്നാലും ചില ശത്രുക്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത് വിഷം കാരണമാണ് ഉണ്ടായത് എന്ന്. ചില ചരിത്ര ഗ്രന്ഥങ്ങളും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഷഹാദത്തിന്റെ പദവി ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം റിവായത്തുകൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ആ റിവായത്തുകളിൽ വിഷം മൂലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയായ കാര്യം ഇതല്ല. നമ്മുടെ റിസർച്ച് സെല്ലും ഒരു നോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. അതനുസരിച്ച് പറയുന്നു, ചരിത്രം അത് ജീവചരിത്രമാണെങ്കിലും ഹദീസ് ഗ്രന്ഥമാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത് വിഷം മുഖേനയല്ല ഉണ്ടായത് എന്ന് അംഗീകരിച്ച കാര്യമാണ്. ആരാണോ അങ്ങനെ പറയുന്നത് അവർക്ക് എല്ലാ റിവായത്തുകളേക്കും അറിവില്ല, അല്ലെങ്കിൽ അവർ തെറ്റിലാണ്. വ്യക്തമായ കാര്യമാണ്, വിഷം നൽകിയ സംഭവം ഖൈബറിന്റെ സന്ദർഭത്തിലാണ് നടന്നത്. അത് 6-ാം ഹിജ്രി അവസാനത്തിലോ 7-ാം ഹിജ്രി തുടക്കത്തിലോ നടന്ന സംഭവമാണ്. അതിനുശേഷം 4 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിച്ചു. അവിടുന്ന് മുൻപ് ഉണ്ടായിരുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് നയിച്ചു. ആരാധനകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 4 വർഷത്തിന് ശേഷം പനിയും തലവേദനയും ഉണ്ടാകുകയും അതിനുശേഷം അവിടുന്ന് വഫാത്താവുകയും ചെയ്തു. അത് 4 വർഷത്തിന് ശേഷം വിഷം കാരണമാണ് എന്ന് ഒരു ബുദ്ധിയുള്ള വ്യക്തിയും അംഗീകരിക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ബുഖാരിയിലും മറ്റുള്ള ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാത്തതിന്റെ ഫലമായിട്ടാണ് വിഷം അകത്ത് ചെന്നതുകൊണ്ടാണ് വഫാത്തുണ്ടായത് എന്ന നിഗമനത്തിൽ ചില ആളുകൾ എത്തിച്ചേരുന്നത്. എന്നാൽ അത് ശരിയല്ല. ബുഖാരിയുടെ ഹദീസ് ഇതാണ്. അതിന്റെ അർത്ഥം ഞാൻ പറയാം. ഹദരത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ആയിഷ, ഖൈബറിൽ ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ വിഷം കൊണ്ട് എനിക്ക് എന്റെ ഞരമ്പുകൾ മുറിക്കപ്പെടുന്നതായി അനുഭവപ്പെടുന്നു. ഈ ഹദിൽ നിന്നാണ് ചില വ്യാഖ്യാതാക്കളും മുഹദ്ദിസീങ്ങളും ഈ പ്രയാസം കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത് ഉണ്ടായത് എന്ന് പറയുന്നത്. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവർ വിശദീകരിക്കുന്നു, ഈ കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഷഹീദായി എന്നും പറയാൻ സാധിക്കും. എന്നാൽ ഈ റിവായത്ത് ഈ കാര്യം അംഗീകരിക്കുന്നില്ല. ഇതിൽ വെറും ഒരു പ്രയാസത്തിന്റെ പ്രകടനം മാത്രമാണുള്ളത്. എല്ലാവർക്കും അറിയാം, സമയങ്ങളിൽ ശാരീരികമായിട്ടുള്ള വേദന അല്ലെങ്കിൽ മുറിവ്, രോഗം എന്നിവ ചില പ്രത്യേക സമയങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് പുറത്തു വരുന്നു. ഖൈബറിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് കഴിച്ച മാംസത്തിന്റെയും വിഷത്തിന്റെയും റിവായത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും, വിഷമുള്ള മാംസം അവിടുന്ന് വായിലിട്ടെങ്കിലും അത് ഇറക്കിയിരുന്നില്ല. എന്നാൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നത് വഫാത്തിന്റെ കാരണം ഇതായിരുന്നു എന്നാണ്. രോഗാവസ്ഥയിൽ ചെറുകുടലിനും വൻകുടലിനും ഉണ്ടായ പ്രശ്നം വർദ്ധിക്കുകയുണ്ടായി. ഇത് ഒരു പ്രകൃതിപരമായിട്ടുള്ള കാര്യമാണ്. വായിൽ പോയത് കാരണം അന്നനാളിയിൽ മുറിവുണ്ടായിരുന്നു.
ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. ഹദീസിൽ ഈ സംഭവം വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മനസ്സിലായിരുന്നു ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്നും. അവിടുന്ന് സഹാബാക്കളെ കഴിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. വിഷം കലർത്തിയ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ വിഷം കലർത്തിയതിന്റെ കാരണം അങ്ങ് ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ടുകൊള്ളും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നും രക്ഷ ലഭിക്കും എന്ന കാര്യം മുൻനിർത്തിയാണ്. ആ യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്ര അപകടകരമായ വിഷം കലർത്തിയിട്ടും അവിടുന്ന് രക്ഷപ്പെട്ടതിൽ ചില റിവായത്തുകളിൽ പറയുന്നത് ആ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഏതായിരുന്നാലും ആ യഹൂദി ഈ വിഷം കൊണ്ട് പ്രവാചകൻ മരണപ്പെട്ടില്ല എന്നാണ് അംഗീകരിക്കുന്നത്. ഇതിനെ ഒരു ദൃഷ്ടാന്തമായി കണക്കാക്കും. അതുകൊണ്ട് വിഷം കാരണമാണ് അവിടുന്ന് വഫാത്തായത് എന്ന് പറയുന്നതും ഒരിക്കലും ശരിയല്ല. ബാക്കിയുള്ള വിവരണം ഇൻഷാ അല്ലാഹ് തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 പരേതരെ കുറിച്ച് പറയാം. അവരുടെ ജനാസ ഗായിബ് ശേഷം നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തേത് ബഹുമാന്യ നസീർ അഹമ്മദ് സാഹിബ് അലി മുഹമ്മദ് സാഹിബ് രാജ്പൂരിന്റെ മകനായിരുന്നു. 21 നവംബർ 2019 63 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമിന്റെ കുടുംബത്തിൽ ജമാഅത്ത് വന്നത് പ്രപിതാമഹൻ മുഹമ്മദ് ദീൻ സാഹിബ് മുഖേനയാണ്. ഫിറോസ്പൂർ ജില്ലയിലെ മൽസിയ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്റെ സഹോദരൻ ഇലാഹി ബഖ് സാഹിബിന്റെ കൂടെ 1907 കത്ത് മുഖേന ബൈഅത്ത് ചെയ്തു. 1908 കാദിയാൻ ജൽസസാലാനയിൽ ഖലീഫത്തുൽ മസീഹ് അവലിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. നസീർ സാഹിബിന് രാജൻപൂർ ജില്ലയിലെ അമീർ ജില്ല കൂടാതെ നായിബ് സഈം അൻസാറുള്ള സദർ ജമാഅത്ത് എന്ന നിലയിലും സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. 5 നേര നമസ്കാരം ജമാഅത്തായിട്ട് അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു. ജോയിന്റ് ഫാമിലി സിസ്റ്റമായിരുന്നു അദ്ദേഹത്തിന്റേത്. വീട്ടിലുള്ള സഹോദരങ്ങളെയും മരുമക്കളെയും നമസ്കാരത്തിനായി ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഫജർ നമസ്കാരം മുഴുവൻ ഹവേലിയും ചുറ്റിക്കറങ്ങുമായിരുന്നു. വലിയ ഹവേലിയായിരുന്നു. അവിടെ ഒരുമിച്ചായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. എല്ലാവരെയും ഫജർ നമസ്കാരത്തിനു വേണ്ടി വിളിക്കുമായിരുന്നു. സ്വയം തിലാവത്ത് ചെയ്യുകയും മറ്റുള്ളവരോടും കുട്ടികളും അതിനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. നിരന്തരം തിലാവത്ത് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ സ്വയം വായിക്കുന്ന ആളും തന്റെ മക്കളോടും ബന്ധുക്കളോടും സഹോദരങ്ങളോടും ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ഖുതുബ കൃത്യനിഷ്ഠതയോടുകൂടി കേൾക്കുമായിരുന്നു. MTയിൽ ഖുതുബ കേൾക്കുകയും വീട്ടിലുള്ള എല്ലാവരും ഖുതുബ കേട്ടു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമായിരുന്നു. കഠിനമായ എതിർപ്പുണ്ടായിട്ടും തബ്ലീഗിനുള്ള അവസരവും ഒഴിവാക്കുമായിരുന്നില്ല. വീട്ടിലുള്ളവർ അവസ്ഥകൾ കാരണം സൂക്ഷിക്കണം എന്നു പറഞ്ഞാൽ അദ്ദേഹം മറുപടി പറയാറുണ്ടായിരുന്നത്, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ എങ്ങനെ മുഖം കാണിക്കും? അവനാൽ അയക്കപ്പെട്ട വ്യക്തിയുടെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചില്ല എങ്കിൽ. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും ഒരു മകളും 3 ആൺകുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ ഖാലിദ് അഹമ്മദ് സാഹിബ് ആഫ്രിക്കയിലെ മാലിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രവർത്തനത്തിലായിരുന്നതിനാൽ ജനാസയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അള്ളാഹു പരേതന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാന്യ അത്താഉൽ കരീം മുബഷിർ സാഹിബിന്റേതാണ്. മിയാൻ ദത്ത സാഹിബിന്റെ മകനാണ്. ഷെയ്ഖ്പുര ജില്ല, കാനഡയിലായിരുന്നു അദ്ദേഹം. 13 നവംബറിൽ 75 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പിതാവ് അല്ലാദത്ത് സാഹിബ് മുഖേനയാണ് വന്നത്. അദ്ദേഹം 1934 ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. പിന്നീട് അഹമ്മദി ആയതിനു ശേഷം മുഴുവൻ ജീവിതവും വഖഫ് ചെയ്തതുപോലെ കഴിച്ചുകൂട്ടി. എപ്പോഴും തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. പല കുടുംബങ്ങളെയും ജമാഅത്തിൽ കൊണ്ടുവന്നു. മുഴുവൻ ജീവിതവും വഖഫിന്റെ ആത്മാവും മനസ്സിലാക്കി
ജമാഅത്തിന്റെ സേവനത്തിൽ ഏർപ്പെട്ടു. ജമാഅത്തിന്റെ പല സേവനങ്ങളും നടത്താനുള്ള തൗഫീഖ് ലഭിച്ചു. ൽ കാനഡ ഷിഫ്റ്റ് ആയപ്പോൾ ഇഷാദ് സെക്രട്ടറി എന്ന നിലയിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ഇദ്ദേഹത്തിന് ശ്വാസകോശ രോഗം കാരണം സ്ഥിരമായി ഓക്സിജൻ നൽകണമായിരുന്നു. ആരോഗ്യം ഉണ്ടായിരുന്ന സമയം വരെ വീൽചെയറിൽ നമസ്കാരത്തിന് വേണ്ടി കൃത്യമായി പോകാറുണ്ടായിരുന്നു. രോഗത്തെ ധൈര്യത്തോടുകൂടി നേരിട്ടു. ഒരു പരാതിയും പറഞ്ഞില്ല. ജമാഅത്തിന്റെ നിസാമിനോടും ഖിലാഫത്തിനോടും സ്നേഹബന്ധം പുലർത്തി. വളരെ ബുദ്ധിമാനും അഭിപ്രായം പറയുന്ന വ്യക്തിയുമായിരുന്നു. ശുദ്ധ ഹൃദയനായിരുന്നു. കുടുംബത്തിലെ ഓരോ വ്യക്തിയും പറയുന്നു, ഞാനുമായി വളരെ അടുത്ത ബന്ധം. എല്ലാവർക്കും പ്രയോജനം നൽകുന്ന വ്യക്തിത്വമായിരുന്നു. ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. എല്ലാവരോടും സ്നേഹബന്ധം പുലർത്തി. പരേതൻ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണുള്ളത്. ഒരു മകൻ അത്താഉൽ മന്നാൻ താഹിർ സാഹിബ് മുറബിയാണ്. സദർ അഞ്ജുമൻ അഹമ്മദിയയിൽ നായിബ് നാസിറാണ്. അവിടെ സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചെറുമകൻ ജാസിം അഹമ്മദ് കില ജാമയിൽ പഠിക്കുന്നു. ജമാഅത്തിന്റെ കവിയായ അബ്ദുറഹീം ഖുദുസി സാഹിബിന്റെ മൂത്ത സഹോദരനാണ്. അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, പദവികൾ ഉയർത്തട്ടെ, സന്താനങ്ങൾക്ക് നന്മകൾ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.